അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 28. കുറേ വായിച്ചു തീർക്കുക എന്ന നിലയ്ക്ക് ഖുർആൻ പാരായണം ചെയ്യരുത്. വായിക്കുന്ന ഭാഗം ഉന്മേഷത്തോടും ഹൃദയ സാന്നിധ്യത്തോടും കൂടി വായിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഖുർആനുമായി ഇണക്കമുള്ളപ്പോൾ നിങ്ങളത് ഓതിക്കൊള്ളുവിൻ. നിങ്ങൾ ഇണക്കേടുണ്ടാകുമ്പോൾ നിങ്ങൾ മതിയാക്കി എഴുന്നേറ്റ് പോയിക്കൊള്ളുവിൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുന്നത്. ഉച്ചാരണവും ശബ്ദവും എടുപ്പും വെപ്പും നീട്ടലും മണിക്കലും തുടങ്ങിയ ഇതെല്ലാം കഴിയുന്നത്ര നല്ല നിലയിലും അതതിൻ്റെ പ്രത്യേക സ്വഭാവങ്ങളോട് കൂടിയും ആയിരിക്കേണ്ടതുണ്ട്. ഈ വിഷയമാകുകയും പല ഹദീസുകൾ കാണാവുന്നതാകുന്നു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു: സാരം, ശബ്ദഭംഗിയുള്ള പ്രവാചകന് ഖുർആൻ ഉറക്കെ ഓതുവാൻ സമ്മതം നൽകിയിട്ടുള്ളത്ര മറ്റൊന്നും ഓതുന്നതിന് അള്ളാഹു സമ്മതം കൊടുത്തിട്ടില്ല. ഖുർആൻ ശബ്ദം നന്നാക്കി ഉറക്കെ ഓതുന്നത് വളരെ നല്ലതാണെന്ന് താൽപ്പര്യം. മറ്റൊരു ഹദീസിൽ തിരുമേനി പറയുന്നു: നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് ഖുർആനെ അലങ്കരിക്കുവിൻ. വേറൊരു വചനം ഇപ്രകാരമാകുന്നു: ഖുർആൻ മണിച്ച് ഓതാത്തവൻ നമ്മിൽ പെട്ടവനല്ല. രാഗാത്മകമാക്കുക എന്നല്ല, ശബ്ദം നന്നാക്കി ഉച്ചത്തിൽ ഭംഗിയായി ഓതുകയത്രേ മണിച്ചോതുക എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ. വേറെ പല ഹദീസുകളിൽ നിന്നും ഇത് മനസ്സിലാക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്ത് എപ്രകാരമായിരുന്നുവെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി അത് നീട്ടിക്കൊണ്ടായിരുന്നു എന്നായിരുന്നു. തുടർന്ന് അദ്ദേഹം ബിസ്മി ഓതി കേൾപ്പിച്ചു കൊടുത്തു. അതിൽ ബിസ്മില്ലാഹി എന്നും അർ-റഹ്മാനി എന്നും അർ-റഹീം എന്നും പ്രത്യേകം നീട്ടിക്കൊണ്ടാണ് ഓതിക്കൊടുത്തത്. ഈ സംഭവം ബുഖാരി റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചതാകുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അവർ ഓരോ അക്ഷരവും വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇത് തിർമിദി, അബൂദാവൂദ്, നസായി റഹിമഹുല്ലാഹ് എന്നിവർ ഉദ്ധരിച്ചിരിക്കുന്നു. ഒരിക്കൽ ഇശാ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വത്തീനി സൂറത്ത് ഓതിയതിനെക്കുറിച്ച് ബറാ റളിയല്ലാഹു റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: തിരുമേനിയേക്കാൾ ശബ്ദം നല്ല ഒരാളെ ഞാൻ കേട്ടിട്ടില്ല. മണിച്ചോതുക എന്നും ശബ്ദം നന്നാക്കുക എന്നും പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാമല്ലോ.